നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ചാവക്കാട് സബ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി ഗുരുവായൂരിൽ നിന്നും പിടിയിലായി. 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി മലപ്പുറം നിലമ്പൂർ എടക്കര പാലേമാട് പുതിയത്ത് വീട്ടിൽ ശ്രീരാജാണ് തടവ് ചാടിയത്. ഊർജിത അന്വേഷണം നടക്കുന്നതിനിടയിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും പ്രതിയെ പിടികൂടി. പാചകവാതക ക്ഷാമത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ബഹളം. അദാനി ഗ്യാസ് പൈപ്പ് കണക്ഷൻ നൽകുന്നതിൽ ഗുരുവായൂരിനെ ഒഴിവാക്കിയത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയാണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഇത് മാധ്യമ ശ്രദ്ധ നേടാനുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. ഏറെ നേരം ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ ബഹളമായി. റോഡ് വെട്ടിപ്പൊളിക്കാൻ നഗരസഭ അനുമതി നൽകാത്തതാണ് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ടാറിംഗ് നടത്തി 2 വർഷത്തിനുള്ളിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് അനുമതി നൽകാനാകില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. അനുമതി നൽകിയ സ്ഥലങ്ങളിൽ വാതക പൈപ്പ് ലൈൻ കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകക്ഷാമം രൂക്ഷമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. കൗൺസിലിൽ സ്ഥിരമായി ചായ നൽകിയിരുന്നതിനു പകരം നന്നാരി സർബത്ത് നൽകിയതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ക്ഷാമം കൗൺസിൽ വരെ എത്തിയിട്ടും ഭരണപക്ഷം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭ അതിർത്തി നിർണയ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കൗൺസിലർ ജലീൽ പണിക്കവീട്ടിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയുടെ മാലിന്യം റോഡരികിൽ കെട്ടിക്കിടക്കുന്നതായും കൗൺസിലർമാർ പരാതിപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഒരു അജണ്ട മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് രാഷ്ട്രീയ വീഴ്ച തന്നെയാണ്. അത് 3 വണ്ടി ഉണ്ടായിരുന്നു. ആ 3 വണ്ടി ഇപ്പൊ കാണാത്തൊരു സാഹചര്യം ഉള്ളത്. അതിന് CCM അല്ലെങ്കിൽ സെക്രട്ടറി മറുപടി തരണം. കാരണം വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വിളിക്കുമ്പോ വണ്ടി 14 വാർഡുകളിൽ ഈ അദാനി ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് ആ വാർഡിലെ ആളുകളെ അദാനി ഗ്യാസാണ് ഈ കാര്യം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മറിയ ഉമ്മൻ നയിച്ച ഗുരുവായൂരിലെ പെൺകരുത്ത് റോഡ് ഷോ ആവേശമായി. സ്ഥാനാർത്ഥിയും മറിയ ഉമ്മനും പങ്കെടുത്ത റോഡ് ഷോ അണികൾക്ക് ആവേശം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സംസ്ഥാനത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് മറിയ ഗുരുവായൂരിലെത്തിയത്. മഹിളാ കോൺഗ്രസ് വനിതാ ലീഗ് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച് ചാവക്കാട് ചത്തുരത്തിൽ സമാപിച്ചു. സമാപന വേദിയിൽ പെൺകരുത്ത് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന് ചുവടുവെച്ച് ചാവക്കാടിനെ ആഘോഷമാക്കി. ബീന രവിശങ്കർ, ഹസീന താജുദ്ദീൻ, സുബൈദ പാലക്കൽ, TA ഐഷ, ഹിമ മനോജ്, അഡ്വക്കേറ്റ് ഷീജ സന്ദീപ്, റസ്ല റഹീം, സാലിഹ ഷൗക്കത്ത്, ബിന്ദു നാരായണൻ, സൈനബ ഷുക്കൂർ, നഷ്ര ഉരുമനിയൂർ, സുമയ്യ സിദ്ദിഖ്, ശ്രീഷ്മ ബാബുരാജ്, ഷംസീറ അഷ്റഫ്, MK ഷഹർബാൻ, മിസ്രിയ മുസ്താഖ്, മേഴ്സി ഗുരുവായൂർ, രജീന പൂക്കോട്, അനിത ശിവൻ, നസീമ ഹമീദ്, ഷൈല മുഹമ്മദ്, സുമീന അജ്മൽ, സക്കീന ബഷീർ, ഹന്നത് ഷബീർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വാഹനമിടിച്ചു പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് നാട്ടുകാർ രക്ഷകരായി. തൈക്കാട് മില്ലുംപടിയിൽ ഇന്ന് പുലർച്ചെയാണ് മുള്ളൻ പന്നിയെ വാഹനമിടിച്ചത്. പരിക്കേറ്റ മുള്ളൻ പന്നി പരിഭ്രമിച്ച് തൊട്ടടുത്തുള്ള കടവരാന്തയിലേക്ക് ഓടിക്കയറി. കട തുറക്കാൻ എത്തിയവരെ കണ്ടതോടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിനിടയിൽ സമീപത്തെ മതിൽക്കെട്ടിനിടയിലേക്ക് ചാടിക്കയറി. ഇതിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്ന മുള്ളൻ പന്നിയെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, റിയാസ് ഫാൽക്കൺ, ഷക്കീർ രാമനത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ 3 ദിവസങ്ങളായി നടന്നുവന്നിരുന്ന സുവിശേഷ യോഗം സമാപിച്ചു. സമാപന ദിവസം ഫാദർ ഗീവർഗീസ് തോലത്ത് വചനഘോഷണം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് ജോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൈസ്ഥാനി TM വർഗീസ് നന്ദി പറഞ്ഞു. 3 ദിവസങ്ങളിലായി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഫാദർ മാത്യൂസ് K ബർസൗമ, ഫാദർ ഗീവർഗീസ് തോലത്ത് എന്നിവർ വചന സന്ദേശങ്ങൾ നൽകി. പ്രത്യേക പ്രാർത്ഥനകളും ഗാന ശുശ്രൂഷകളും യോഗത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്രയിൽ 464-ാം ലോക CLC ദിനാഘോഷം നടന്നു. സീനിയർ CLC ആറ്റത്ര യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു CLC ദിനാഘോഷം. അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരൂപത സീനിയർ CLC സെക്രട്ടറി AJ ജെയ്സൺ, സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, AJ സജി, AJ അലക്സ്, നിമി തോമസ് എന്നിവർ സംസാരിച്ചു.
കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവ ബലി ചടങ്ങുകൾ ഭക്തി നിർഭരമായി. പള്ളിവേട്ട ദിവസമായ ഇന്ന് രാത്രി 7:30 പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കക്കാട് രാജപ്പന്മാരാർ എന്നിവർ നേതൃത്വം നൽകുന്ന 100ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളമുണ്ടാകും. ഏപ്രിൽ 1 ബുധനാഴ്ചയാണ് ആറാട്ട്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരൻ കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും. വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലമായി സേവനമനുഷ്ഠിച്ച് വിരമിക്കുന്ന അധ്യാപകർക്ക് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചിരിയോ 2026 എന്ന പേരിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ രേണു മാത്യു, KT തുളസിദാസ്, PV റാബിയ അഷ്റഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. സ്ഥാപനത്തിൽ 20 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ബുക്ക് സ്റ്റോർ ഇൻചാർജ് MA കമറുദ്ദീൻ, മെസ് മാനേജർ മുജീബ് റഹ്മാൻ അധ്യാപകരെയും ചടങ്ങിൽ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉപഹാരം നൽകി ആദരിച്ചു. സഹപ്രവർത്തകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.